ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക് തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി നശിച്ചു. കാറിനകത്ത് ആളുണ്ട് എന്ന സംശയമുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അതിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ടെന്ന് ആശങ്ക ഉണ്ടോ, അതോ രക്ഷാപ്രവർത്തനം പൂർത്തിയായോ? എന്താണ് പുതിയ വിവരങ്ങൾ? ബിജുമാർ, ആ കാറിനുള്ളിൽ ഒരാളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പഴയ മാരുതി 800 കാറാണ്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ വാഹനത്തിന് തീ പിടിക്കുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നടക്കമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഫയർഫോഴ്സ് വ്യക്തമാകുകയുള്ളൂ. അത് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ആ കാറിനകത്ത് നിന്ന് ആളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് ഈ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ് അതിനകത്ത് ഉള്ള ആള് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആരുടെ കാറാണ്, ആരാണ് ആ കാറിനുള്ളിൽ അകപ്പെട്ടത് എന്നടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ, ഇതുവരെ ഈ ആളിനെ അതിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാണോ കരുതേണ്ടത്? അങ്ങനെയാണ് കരുതേണ്ടത്. കാരണം ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് എത്തേണ്ടി വന്നു. അപ്പോൾ തന്നെ അറിയാം തീ എത്രത്തോളം രൂക്ഷമായ രീതിയിൽ കത്തിയിരുന്നു എന്നുള്ളത്. നാട്ടുകാർ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അത് സാധിച്ചില്ല. പൂർണ്ണമായിട്ടും അത് കത്തുകയായിരുന്നു. അതിനുള്ളിൽ കുടുങ്ങിയ ആളും പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ്. ഇനി എന്തായാലും ഫോറൻസിക്കും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കാം മൃതദേഹം അവിടുന്ന് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരാളുടെ ജീവൻ കാർ കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിദാരുണമായ സംഭവമാണ് ഇത്. ഈ ദൃശ്യങ്ങൾ തൊടുപുഴ പെരുമാങ്കണ്ടത്ത് നിന്നാണ്. ഒരു കാറ് പൂർണ്ണമായും കത്തി നശിച്ചു. അതിലൊരാളുണ്ട്, ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതേ ഉള്ളൂ. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.